അപ്പോൾ ഇത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആത്മീയ അതീന്ദ്രിയ ജ്ഞാനം, അതുപോലെ തന്നെ ഇവിടെ കുറേ പോസ്റ്ററുകൾ കാണുന്നുണ്ട്. അതായത് വിഗ്രഹാരാധനയുടെ ദോഷം, സൂഫിസം, അതേപോലെ ധ്യാനം. എന്താണ് ധ്യാനം? സ്വയം അറിയുക. ഇതേ കണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും ഇവിടെ ഒരു ആളുണ്ട്, നമുക്ക് ആ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കാം. എന്താണ് വിഗ്രഹാരാധന? അതിനെ കുറിച്ചിട്ട് ആ ചേട്ടൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞത്? അപ്പോൾ വിഗ്രഹാരാധനയുടെ ദോഷങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമുക്ക് ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്താണ് ചേട്ടാ ഈ വിഗ്രഹാരാധനയുടെ ദോഷങ്ങൾ? എല്ലാവരും വിഗ്രഹത്തെ ആരാധിക്കണൊക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ ദോഷഫലങ്ങളൊക്കെ എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ? അതായത് സാധാരണ മനുഷ്യൻ ജീവിതം നയിക്കുന്നത് ഗുണത്തിലാണ്. ഗുണം എന്ന് പറയുന്നത് ശരീരം ത്രിഗുണാത്മകമായ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുക. അതേപോലെ തന്നെ മനസ്സാണേലും ത്രിഗുണാത്മകമാണ്, ഗുണമാണ്. അതായത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നല്ലത്, ചീത്ത, മിശ്രം, ഈ 3 ഗുണങ്ങളാണ് ശരീരവും മനസ്സുമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഗുണങ്ങൾ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണങ്ങൾ കൊണ്ട് മലിനീകരിക്കാൻ കഴിയാത്ത ഒരു ഈശ്വരഭാവമാണ്. അപ്പം നമ്മൾ കണ്ടറിയുകയും കേട്ടറിയുകയും മണത്തറിയുകയും രുചിച്ചറിയുകയും ഒക്കെ ചെയ്യുന്നത് ആ നിർഗുണമായ ഭാവമാണ്. അത് ഈ പ്രകൃതിയിലുള്ള സകലരും ഈശ്വരാരാധന ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലായാലും പള്ളികളിലായാലും ഗുണ ആരാധനയാണ് ചെയ്യുന്നത്. ഈ ഗുണാരാധനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ഗുണങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ ഗുണങ്ങളുടെ കുഴപ്പമെന്ന് വെച്ചാൽ, താങ്കളൊരു കറി വെച്ചു എന്ന് വെച്ചോട്ടോ, ആ കറി എത്ര നേരം ഇരിക്കും? എത്ര നേരം ഇരിക്കും? ഒരു ദിവസം, അല്ലെങ്കിൽ കൂടി വന്ന 2 ദിവസം. അത് കഴിഞ്ഞാൽ അത് ഇല്ലേ? അതായത് പാലിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണത്തിലായിരിക്കും പാല്. ആ പാല് അതുകൊണ്ട് എന്ത് സംഭവിക്കും? പെട്ടെന്നത് കേടായിപ്പോവും. അത് ഗുണം കുറഞ്ഞ് അതും കേടായിപ്പോവും അല്ലേ? അതുപോലെ ശരീരവും മനസ്സും ഗുണത്തിലായിരിക്കണം. അതാണ് നശിക്കുന്നത്. നശിക്കാത്ത ഒന്നിലാണ് നശിക്കുന്ന ഈ ഇതിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ജീവൻ, ഈ ശരീരവും മനസ്സും ചേർന്ന ആ ജീവഭാവം ഈ നശിക്കുന്ന വസ്തുവാണ് തൻ്റെ സ്വരൂപം എന്നറിഞ്ഞ് അതിൽ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഭ്രമിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ആരാധനയും എന്ത് ചെയ്യും? ഈ ഗുണങ്ങളിലായിരിക്കണം. പക്ഷേ ക്ഷേത്രാരാധന നല്ല മൂർത്തികളെ, സദ്ഗുണങ്ങളിലിരിക്കുന്ന മൂർത്തിഭാവങ്ങളെ സദ്ഗുണ പൂജ ചെയ്ത്, കേൾക്കണ്ടോ? സദ്ഗുണ പൂജ ചെയ്ത് സത്മന്ത്രങ്ങൾ ജപിച്ച് അവിടെ നമുക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു സദ്ഗുണവാസനയാണ്. ചിന്തയായിട്ട്, നല്ല ചിന്തയായിട്ട് സദ്ഗുണവാസന മാത്രം. അത് ശരിക്കും ഈശ്വരനിലേക്കുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. അവിടെ ഈ പറഞ്ഞ ദേവനോ ദേവിയോ ഒന്നുമില്ല. അത് മനുഷ്യനായി സൃഷ്ടിച്ച്, ഒരു മനുഷ്യൻ ഗുണത്തിലിരിക്കുന്ന മനുഷ്യൻ സൃഷ്ടിച്ച് അവിടെ ഈ പൂജകൾ ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ചൈതന്യം പോലും നിലനിൽക്കില്ല. അതായത് ഈശ്വരനല്ല അവിടെ, അതിൻ്റെ ഈശ്വരൻ മനുഷ്യനാണ്. ആ വിഗ്രഹങ്ങളുടെ മനുഷ്യൻ പൂജ ചെയ്തില്ലെങ്കിൽ അവിടെ നിൽക്കില്ല. മനുഷ്യൻ പൂജ ചെയ്ത് നിലനിർത്തുന്നതല്ല ഒരു ഈശ്വര ചൈതന്യം. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി വിശ്വസിച്ച് അവിടെ ഈശ്വരനാണ് ഇവിടെ ഈശ്വരനാണെന്ന് വിചാരിച്ചിരിക്കുന്നവന് ഒരു കാര്യവും നടക്കില്ല. എന്തെങ്കിലും ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ അവിടെ പോയി നടക്കണല്ല. അത് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ സൃഷ്ടിച്ച ഈശ്വരൻ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ അതേ സമയത്ത് നടക്കുമ്പോൾ വിചാരിക്കുന്നത് എന്താ അവിടെ പോയത് കൊണ്ടാണ് ഇത് ചെയ്തത്. അങ്ങനെയല്ല. നമ്മൾ പോയാലും പോയില്ലേലും നമുക്ക് വന്ന് ഭവിക്കാനുള്ളത് വന്ന് ഭവിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുണാരാധന ചെയ്തു കഴിഞ്ഞാൽ, നമ്മളാൽ ഈ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഗുണാരാധന ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷണം കുറച്ച് നേരത്തേക്ക് ഒരു സദ്ഗുണത്തെ ഇങ്ങോട്ട് വന്ന് സത്ചിന്തയെ വരുത്തുവാൻ, മനസ്സിനെ ക്ലിയർ ആക്കുവാൻ വേണ്ടി മാത്രമാണ് ഗുണാരാധന കൊണ്ട് കാര്യം. ആ ടൈം വിട്ട് കഴിഞ്ഞാൽ ആ ക്ഷണത്തിൽ തന്നെ അടുത്ത ഗുണം വരും. ഇപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കും?
പെട്ടെന്ന് നല്ല ഗുണം വന്നു, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകുന്നത് പോലെ, ഒളിച്ചു പോകുന്നത് പോലെ ആ ഗുണാരാധന ആ സമയത്ത് മാത്രം പ്രയോജനം ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഗുണം, നമ്മളിലെ ഗുണം മാറിയ കഴിഞ്ഞാൽ ആ ഗുണാരാധന പോകുമ്പോൾ അടുത്ത ഗുണത്തിലുള്ള ദേവതകൾ വന്നു കഴിഞ്ഞു. ഇപ്പം സാത്വികമായ ഗുണം ഈ ദേവതകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ മനോവികാരങ്ങൾ, മനോവൈകല്യങ്ങൾ, മദ്യപാനാസക്തി, അങ്ങനെയുള്ള അസാൻമാർഗികമായ ഇതിലേക്ക് കടന്നു പോകും. അപ്പോൾ ഗുണാരാധന സാത്വികവും രാജസവും സാത്വികവുമായിട്ടിരിക്കുന്ന വാസനകളിലേക്ക് ചിന്തകൾ കടന്നു വരുമ്പോൾ അത് തന്നെയാണ് രോഗങ്ങളായി ഭവിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഏത് മതത്തിലാണെന്ന് എനിക്കറിയില്ല, ഹിന്ദു മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രാരാധന ചെയ്യുമ്പോൾ കുളിക്കണം, നല്ല പല്ല് തേക്കണം, അങ്ങനെയുള്ള എല്ലാവിധ ശുദ്ധികർമ്മങ്ങളും ചെയ്ത ശേഷമാണ് ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. അത് അവൻ തന്നെ മരണശയ്യയിൽ മലമൂത്ര വിസർജനാദികളെ കൊണ്ട് മലിനപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഈ ഗുണചൈതന്യത്തിന് അവിടെ വരാൻ കഴിയില്ല. അവിടെ അപ്പോൾ അതിൻ്റെ ഉപമൂർത്തികളായിട്ടിരിക്കുന്ന തമോ ഗുണവാസനകൾ, അവിടെ സ്ട്രെസ്, നർത്തങ്ങൾ, പിന്നെ പല പല മൂർത്തിഭാവങ്ങളുണ്ട്. അവരുടെ സാന്നിധ്യം അവിടെ അനുഭവം. അവിടെ തമോ ഗുണവാസന ശരിക്കും പൈശാചികമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ദോഷരഹിതമായിട്ടിരിക്കുന്ന സത്വാസന വിട്ട് തമോ ഗുണവാസനയെ ആ സമയത്ത് പ്രകാശിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ജീവനെ അപ്പോൾ എന്ത് ചെയ്യും? രോഗദുരിതങ്ങളിൽ പെടുത്തുക തന്നെ ചെയ്യും. അവൻ്റെ കഷ്ടനഷ്ടങ്ങളെ അനുഭവിക്കേണ്ടി വരും. എന്തിനാണ് അത്? ഈശ്വരൻ തന്നെയാണ് ചോദിച്ചാൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ദേവതകളെ ആശ്രയിച്ചാൽ പരിണിത ഫലമായിട്ട് ഇത് സംഭവിക്കണം. എന്നാലാണ് യഥാർത്ഥ ഗുണങ്ങളെ കൊണ്ട് മലിനീകരിക്കാൻ കഴിയാത്ത പ്രപഞ്ച സൃഷ്ടിനാഥനായിരിക്കുന്ന യഥാർത്ഥ അറിവായിരിക്കുന്ന ഈശ്വരനിലേക്ക് എത്താൻ പറ്റും. ഈശ്വരൻ്റെ ഒരു നാമമൊന്നും പറയാൻ പറ്റില്ല, ഈശ്വരൻ്റെ ഒരു രൂപം പറയാൻ പറ്റില്ല. ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ടാണ് നാം ഓരോരുത്തരും പ്രകാശിക്കുന്നത്. അതാണ് നമ്മുടെ ഈ അറിവാണ്. ഈ അറിവ് ഇവിടുന്ന് കിട്ടി, അത് ഈശ്വരനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളോട് കിട്ടുന്ന അറിവുകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാനുണ്ട് എന്നറിയുന്ന അറിവാണ് ഈശ്വരൻ. അതാണ് നിത്യമായി തനിക്കും എല്ലാവർക്കും ഞാനുണ്ട് എന്നുള്ള അറിവുണ്ട്. ആ അറിവ് നിലനിർത്തണമെങ്കിൽ ആ അറിവ് മാറ്റമില്ലാത്തതാണ്. മാറുന്നത് ഈ ശരീരവും മനസ്സുമാണ്. അപ്പം മാറ്റമില്ലാത്ത ഒന്നിൽ മാറിക്കൊണ്ടിരിക്കുന്ന ശരീര മനസ്സുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന തോന്നൽ മാത്രമാണ് ഓരോ ജീവനും വ്യക്തിത്വവും. ഈ ശരീരം പോകുന്നതോട് എന്ത് ചെയ്യും? ഈ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ശരീരവും മനസ്സും ചേർന്ന ഈ ജീവഭാവം മാറും. ജീവഭാവം ഇതിന് കർമ്മഫലം അനുസരിക്കാൻ മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു, പുനർജന്മം ഉദ്ദേശിക്കും. അതേ സമയത്ത് ശരീരവും മനസ്സുമല്ല ഞാൻ, ഈ അറിവാണ് ഒരു ഗുണങ്ങളെ കൊണ്ടും മലിനീകരിക്കാൻ കഴിയാത്തതാണെന്ന തിരിച്ചറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? നമുക്ക് ഈ ഗുണങ്ങൾക്ക് വിട്ട നിർഗുണഭാവത്തിലേക്ക് എത്താൻ കഴിയും. പാപപുണ്യങ്ങളില്ലാതെ നമുക്ക് ഈശ്വരനായി പ്രകാശിക്കാൻ കഴിയും. ഗുണാരാധന കൊണ്ട് ദോഷങ്ങൾ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമല്ല, ആ ക്ഷണത്തിനേരെ കൊണ്ടുണ്ടാകുന്ന ഗുണം മാത്രമേ പിന്നീട് വരുന്ന രോഗദുരിതങ്ങളുണ്ടാവും. ഹാർട്ട് അറ്റാക്ക് മുതൽ ബ്ലഡ് പ്രഷർ, അതുപോലെ പഞ്ചസാരയുടെ ഉണ്ടല്ലോ, പ്രമേഹം പോലുള്ള ഇതെല്ലാം നമ്മൾ വില കൊടുത്തു വാങ്ങുന്നതാണ്. അത് മരുന്നിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി നടത്തുന്ന തെറ്റായ ആരാധനയിലൂടെയുമാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടാകുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാസനകളാണ് രോഗദുരിതങ്ങളാകുന്ന ചെറിയ ബാക്ടീരിയ പോലെ സംഭവിച്ചുകൊണ്ട് ഈ രോഗങ്ങളെ സൃഷ്ടിക്കാൻ കാരണം ഉണ്ടാകുന്നത്. കാരണം യഥാർത്ഥ ഈശ്വരന് ക്ഷേത്രം പണിയില്ല, ക്ഷേത്രത്തിലോ പള്ളിയിലോ അല്ല ഇരിക്കുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ശരീരം എന്നാണ്. ക്ഷേത്രത്തിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ അകത്ത് എന്നാ ഉള്ളത്? മനസ്സാണ് ഉള്ളത്. മനസ്സാ 3 ഗുണമുള്ളത്. അത് തന്നെയാണ് ക്ഷേത്രത്തിൽ വെച്ചേക്കുന്നത്. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ തന്നെ ഏത് തരം ഗുണങ്ങളെയും പ്രകാശിപ്പിക്കാം. അപ്പം ശരീരവും മനസ്സും പ്രകാശിപ്പിക്കണമെങ്കിൽ അതിനൊരു ചൈതന്യം വേണം. അത് ഗുണങ്ങളെ കൊണ്ട് നശിക്കുന്നതല്ല. ഞാൻ പാലിൻ്റെ ആദ്യം പറഞ്ഞില്ലേ, പാലയായിട്ടിരുന്നാൽ നശിക്കും. അതിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ നിറവും അതിൻ്റെ ആ ജലാംശവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നെയ്യായി അവശേഷിച്ചാൽ പിന്നെ അത് നശിക്കില്ല. അത് തന്നെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ. നാം യഥാർത്ഥമായ അറിവാകുന്ന ഈശ്വരനിൽ ശരീരവും മനസ്സും ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടു.
ആ ഗുണാരാധന ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് ഗുണങ്ങളുടെ അനുസരിച്ച് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. അതേസമയത്ത് ഗുണരഹിതമായി ഒന്നുകൊണ്ടും മലിനീകരിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയാത്ത ഒന്നാണ് തൻ്റെ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന് നാശമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ ശരീരം പോകുന്നതോടുകൂടി അവൻ ആ ഗുണരഹിതമായിട്ടിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് നശിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആ അവസ്ഥയിലെത്താം. ഗുണാരാധനയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗുണം നശിച്ച ആ പ്രകൃതിയായിട്ട് മറ്റൊരു ശരീരം എടുക്കേണ്ടി വരും. അതാണ് വിഗ്രഹാരാധനയുടെ ദോഷങ്ങൾ. അപ്പം ഒരു ചെറിയൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്, പക്ഷേ ഈ ചേട്ടൻ നമുക്ക് വിശദീകരിച്ചുള്ളൊരു ആൻസറാണ് തന്നത്. അപ്പോൾ ഇതറിയാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കേട്ട് മനസ്സിലാക്കുക. കേട്ടോ എൻ്റെ രീതിയിൽ